ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടൈക്കനാലിലത്തെ കാഴ്ചകൾ കുറേ കാണിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിപ്പോൾ ഇടാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ബോഗർ വില്ലയുടെ ഉള്ളിലത്തെ കാഴ്ചകളാണത് കേട്ടോ. നല്ല സൗകര്യമുള്ള വില്ലയെന്ന് പറഞ്ഞല്ലോ. ബോഗർ വില്ലയുടെ ഏറ്റവും താഴത്തെ നിലയിൽ ഞങ്ങൾ പോകാൻ യാത്ര ചെയ്തിട്ട് പിറ്റേ ദിവസത്തെ കാഴ്ചകൾ കാണാൻ പോയി യാത്രയായിട്ട് വന്നിരിക്കണതാണത്. കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുക. ആ കാഴ്ചയാണത്. ഒരു 9-9:30 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണവില്ല. ശരിക്കും പറഞ്ഞാൽ സാധാരണ പോലെ നല്ല ചൂടാണ് അവിടെ. പിന്നെ വൈകിട്ടാണ് തണുപ്പ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രൈൻഡ് പാർക്കിൽ പോയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കണത് കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. പാർക്കിലത്തെ കുറച്ച് ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതെ പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞിട്ട്. വിളിക്കണ്ട്, അവര് വിളിക്കണ്ട്. പേര് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് മഴ പണിഞ്ഞപ്പോൾ അവരെല്ലാവരും അവിടെ കയറി. ഓരോ മണിക്കൂർ ചേഞ്ച് ചെയ്യുന്നു. ഓരോ മണിക്കൂറിന് ഇടവിട്ടിട്ട് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നവരാണ്. ഇച്ചിരി വെയിൽ തെളിയും, അതിന് കുറച്ച് കോട വരും, പിന്നെ അത് അതപ്പം തന്നെ മാറും, പിന്നെ ചെറിയ ചാറ്റൽ മഴ പെയ്യും. അങ്ങനെയാണ് കാലാവസ്ഥ വരുന്നത്. ഇവിടെ എന്തോ കെട്ടിടത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുന്ന കാരണമാണ് ആ സ്ഥലം കേൾക്കുന്നത്. അവിടെ കണ്ടെത്തി
ആ കെട്ടിടം മുഴുവനായിട്ടില്ല. ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ഞങ്ങൾ തിരിച്ചു വരാനുണ്ട്. തിരിച്ചു വരുന്ന കാഴ്ചകൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാൽ കണ്ട മുകളിൽ കണ്ട തിരക്കുകളാണ് കാണിച്ചു കൊടുക്കുന്നത്. പണ്ടേ കണ്ടാ പശുക്കുട്ടിയാ കോട വന്ന അവിടെ കണ്ണാണല്ലോ പിന്നാട്ട കൂടെ മഞ്ഞ് പോരുന്ന വഴികളിലെല്ലാം നിറച്ചും കാറ്റടി യന്ത്രങ്ങളാണ്. അവര് കാറ്റടി യന്ത്രങ്ങളിൽ നിന്നാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. അത് അറിയ കാണാനുണ്ട് കാറ്റടി യന്ത്രങ്ങൾ. രണ്ട് കയ്യിലുണ്ട് പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക.